ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ അഡീനിയത്തിൻ്റെ കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് കേട്ടോ. നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ അഡീനിയം കൊടുക്കുന്നത്. അപ്പോൾ ഒരു 21 വെറൈറ്റി അല്ല 20 വെറൈറ്റിയാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അഡീനിയത്തിൻ്റെ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം, ഇത് നിർബന്ധമായിട്ട് എല്ലാവരും കേട്ടിരിക്കണം, കണ്ടിരിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അഡീനിയം പ്ലാന്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഇത് നമ്മൾ പോട്ട് ചെയ്യണ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡീനിയം പോട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അത് ആദ്യം പോയി കാണാം കേട്ടോ. അപ്പോൾ ആ പോട്ട് ചെയ്ത് കാണിച്ച അഡീനിയം പ്ലാന്റ്സ് ആണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ നിറയെ ലീഫും വന്നിട്ടുണ്ട്, എല്ലാ തുമ്മലും ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ചിലത് ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, 1-2 തുമ്മലും ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മഴ ഒന്ന് കുറഞ്ഞ് കിട്ടിയപ്പോൾ എല്ലാ തുമ്മലും ബഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബഡ് വരാൻ വേണ്ടി വേറെ ഫെർട്ടിലൈസർ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ആ പോട്ടി മിക്സ് തന്നെയാണ്. ഈ ഒരു തവണയും കൂടി ഫ്ലവർ ആയതിന് ശേഷം അടുത്തതിന് നമുക്കിനി ഫെർട്ടിലൈസേഴ്സ് കൊടുത്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അഡീനിയം സെറ്റ് ചെയ്തേക്കുന്ന ചട്ടിയുടെ വലിപ്പം ആദ്യം നോക്കാം. അതിൻ്റെ കോഡെക്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ പോട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ചെറിയ അഡീനിയത്തിന് വലിയ പോട്ട് കൊണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളവും അതിലുണ്ടാവും, ആവശ്യത്തിൽ കൂടുതൽ വളവും അതിൽ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ ചെറിയ പോട്ട് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അഡീനിയത്തിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത്. ഇതുപോലത്തെ പ്ലാന്റാണ് നിങ്ങൾക്ക് കിട്ടുക. ലീഫൊക്കെ പൊഴിഞ്ഞ് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മളിത് നമുക്ക് കിട്ടണത്. അത് തന്നെയാണ് നമ്മൾ സെയിലും ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ലീഫൊന്നും ഇല്ലാത്ത പ്ലാന്റ് പോട്ട് ചെയ്തതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ പോട്ട് ചെയ്യണ വീഡിയോയും നമ്മൾ കാണിച്ചിട്ടുള്ളത്. ആ സെയിം പ്ലാന്റിൻ്റെ അപ്ഡേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം അതൊന്നും മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ അഡീനിയം എപ്പോഴും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ചട്ടിയിൽ നിന്ന് പറിച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കില്ല. കാരണം അതിൽ ഒരു ഇത്തിരി വെള്ളം ഇരുന്നാൽ മതി, നമ്മളുടെ കോഡെക്സ് ചീഞ്ഞു പോവും. പിന്നെ ലീഫുമലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ചീഞ്ഞ് അഴുകിപ്പോവും. അപ്പോൾ പിന്നെ ഓരോരോ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ ലീഫൊക്കെ കൊഴിഞ്ഞിട്ടാണ് നമുക്ക് അവർ നമുക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അതേപടിയാണ് നമ്മൾ നിങ്ങൾക്കും അയച്ചു തരുന്നത് കേട്ടോ. അത് ലീഫ് നട്ടിട്ട് നമ്മുടെ പ്ലാന്റ് നട്ടിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അതുപോലെ ലീഫ് വന്നിരിക്കും കേട്ടോ. നമ്മൾ അപ്ഡേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീനിയം പോട്ട് ചെയ്യണ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും കണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്ലാന്റായി വാങ്ങിക്കുകയാണെങ്കിൽ 160 രൂപയാണ് പെർ പ്ലാന്റിന് പെർ CC വരും. 3 പ്ലാന്റിൻ്റെ കോംബോ ഉണ്ട്. 3 പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ 450 രൂപ പ്ലസ് CC എന്ന് പറയുന്നത് കൊറിയർ ചാർജ് ആണ് കേട്ടോ. ഇനി 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ഉണ്ട്, അതിൽ 700 രൂപ പ്ലസ് CC ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ പോലെ തന്നെയാണ് നമ്മൾ ഇത്തവണയും നമ്മൾ റേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അഡീനിയത്തിൻ്റെ. അപ്പോൾ 5 പ്ലാന്റൊക്കെയാണ് നമുക്ക് 140 രൂപയ്ക്ക് ഒരു പ്ലാന്റ് കിട്ടും. അല്ല പെർ പ്ലാന്റ്, ഓരോ പ്ലാന്റ് വാങ്ങിക്കാൻ നമുക്ക് നഷ്ടമാണ്. കാരണം ഒരു പ്ലാന്റും അതിൻ്റെ CC കൊടുത്ത് വാങ്ങിക്കും. ചിലവർ നമുക്ക് പൈസ ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ബൾക്കായിട്ട് വാങ്ങിക്കാൻ പേടിയുള്ളവരുണ്ടാവും. ചിലപ്പോൾ ചീഞ്ഞു പോകുമോ, ചിലപ്പോൾ ആദ്യമായിട്ട് നടന്നവരുണ്ടാവും. അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാന്റ് വെച്ച് വാങ്ങിച്ചിട്ട് ആദ്യം നട്ട് നോക്കി നിങ്ങൾക്ക് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വീണ്ടും വാങ്ങിക്കാമല്ലോ. അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കോംബോ ആണ് നിങ്ങൾക്ക് ലാഭം. 7 പ്ലാന്റിന് 700 രൂപ പ്ലസ് 5 പ്ലാന്റിന് 700 രൂപ പ്ലസ് CC ഉണ്ട്. 5 പ്ലാന്റാണ്. ഇനി നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് കാണാം കേട്ടോ. അപ്പോൾ ഒരു 21-20 വെറൈറ്റിയാണ് നമ്മൾ ഇത്തവണ നമ്മൾ അഡീനിയത്തിൻ്റെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത്തവണ പൂക്കൾക്കൊക്കെ വേറെ ഒരു വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മഞ്ഞ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണതാണ്. ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട് യെല്ലോ ഫ്ലവർ ഉണ്ടാവണ അഡീനിയത്തിന് കേട്ടോ. പിന്നെ നമ്മളിത് അയക്കുന്നത് DDDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യണത്. നമ്മൾ ഓർഡർ എടുത്തിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ, അതായത് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ നിങ്ങൾക്ക് അയക്കണേക്കിൽ മുമ്പ് എന്തായാലും നിങ്ങളെ ഇൻഫോം ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് അയക്കുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ ഫസ്റ്റ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും വാട്സപ്പ് നമ്പർ, മെസ്സേജ് ചെയ്യുക കേട്ടോ. കോൾ ചെയ്യാതിരിക്കുക. പെട്ടെന്ന് തീർന്നു എന്ന് ചോദിച്ചിട്ട് ചില ആൾക്കാർ കോൾ ചെയ്യാറുണ്ട്. കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ മെസ്സേജ് ചെയ്ത് ഇടുക. ഇനി റിപ്ലൈ തരുന്നില്ല എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. എത്ര വൈകിയാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റിപ്ലൈ കിട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും മെസ്സേജ് ചെയ്യുമ്പോൾ ആ മെസ്സേജുകൾ നിങ്ങൾക്ക് കയറി പോകും. അപ്പോൾ നോക്കാം വീണ്ടും വൈകും കേട്ടോ. അപ്പോൾ മെസ്സേജ് ചെയ്ത് ഇട്ടേക്കാം. എന്തായാലും നമ്മൾ മെസ്സേജ് നോക്കുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.
പിന്നെ നമ്മുടെ പ്ലാന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാങ്ങിച്ചതിന് ശേഷം അത് പോട്ട് ചെയ്യണ രീതിയോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഒരു അൺബോക്സിങ് വീഡിയോ നിർബന്ധമാണ് നമ്മുടെ പ്ലാന്റ് കിട്ടുമ്പോൾ. എന്നാൽ മാത്രമേ പ്ലാന്റിന് വല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും റീഫണ്ടോ അല്ലെങ്കിൽ വേറൊരു പ്ലാന്റ് അയച്ചു തരാനൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം കേട്ടോ. പിന്നെ എപ്പോഴും നമ്മുടെ അടീനിയം പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ പ്ലാന്റുകളെല്ലാം കൊറിയറൊക്കെ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഒന്ന് സാഫ് എന്ന് പറയണ ഫംഗിസൈഡിലൊന്ന് മുക്കിയിട്ടൊക്കെ നിങ്ങൾ പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലീഫ് ഇല്ലാതെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടണത്. കാരണം ലീഫ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് കേടായി പോകും. നിങ്ങൾക്ക് പ്ലാന്റ് പോട്ട് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും ലീഫ് വരുന്നതായിരിക്കും. അപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ ചെളി പോലത്തെ മണ്ണിലൊന്നും പോട്ടാത്ത ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും പറയുകയാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ അടീനിയം പോട്ട് ചെയ്യാൻ അറിയണവരാണെങ്കിൽ അതേപോലെ പോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പോട്ട് ചെയ്ത് പരിചയമായവരുണ്ടെങ്കിൽ അങ്ങനെയും പോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ മഴയത്ത് ഒരിക്കലും വെക്കരുത്. വെയിലുള്ളപ്പോൾ വെയിലത്തേക്ക് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുക. വെറുതെ വെള്ളം കോരി ഒഴിക്കരുത്. മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ പോട്ടിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വലിയ പോട്ടിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പ്ലാന്റ് കേടായി പോയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള പോട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് അപ്ഡേഷൻ കാണിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഈ വീഡിയോ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ആണത്. ഇന്നിപ്പോൾ ബഡ് ആയി നിൽക്കണ വീഡിയോസാണ്, അപ്ഡേഷനാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് തീർന്നു പോകും. ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടാത്തവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്